നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന പ്രധാനപ്പെട്ട രണ്ട് അധ്യായങ്ങൾ, ഒന്ന് 22, 2, 26. മറ്റധ്യാഭാഗങ്ങളൊക്കെ ഇസഹാക്കിനെ കുറിച്ച് പല വിശദീകരണങ്ങളുണ്ട്. എങ്കിലും 22-ാമത്തെ അധ്യായത്തിൽ ഇസഹാക്ക് എന്ന ദൈവമനുഷ്യൻ തന്റെ പിതാവായ അബ്രഹാമിനോടുകൂടെ മോറിയ പർവ്വതത്തിൽ ഒരു യാഗവസ്തുവായി കയറിപ്പോകുന്ന ഒരു സംഭവത്തിന്റെ വിശദീകരണമാണ്. 22-ാം അധ്യായം തന്റെ പിതാവായ അബ്രഹാം മോറിയ പർവ്വതത്തിന്റെ ഉന്നത ശൃംഗത്തിൽ ഒരു യാഗപീഠം പണിയുന്നു, അവിടെ വിറകടുക്കി വെക്കുന്നു, അവിടെ യാഗമൃഗമായിട്ട് തന്റെ മകനാകുന്ന ഇസഹാക്ക് കിടക്കപ്പെടേണ്ട സാഹചര്യം വരുന്നു. നമുക്ക് ആ 22-ാം അധ്യായം വായിച്ചു വരുമ്പോൾ ആ യാത്രയിൽ തന്റെ മകനായ ഇസഹാക്കിനോട് അബ്രഹാം പറഞ്ഞൊരു കാര്യം ആ പർവ്വതത്തിന്റെ മീതെ നിവർത്തീകരിക്കപ്പെടുകയാണ്. യഹോവയിരെ, യഹോവ കരുതിക്കൊള്ളും എന്ന് പറഞ്ഞാൽ, വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെയെന്ന് ഇസഹാക്കിന്റെ ചോദ്യത്തിന് മുൻപാകെ അബ്രഹാം ഭയപ്പെടുന്നില്ല, അബ്രഹാം പകച്ചു പോകുന്നില്ല, അബ്രഹാമിന് ഉത്തരവില്ലാതായി മാറുന്നില്ല. വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ പ്രാധാന്യസ്ഥാനിയായി നിൽക്കുന്ന അബ്രഹാം ആ ചോദ്യത്തിന് തന്റെ മകന് കൊടുക്കുന്ന ഉത്തരം യഹോവ ഇരേ, യഹോവ കരുതിക്കൊള്ളും എന്നുള്ളതാണ്. ഈ ഒരു ഉത്തരത്തിന്റെ മുൻപിൽ ഇസഹാക്ക് ചിന്തിച്ചത്, ദൈവത്തിന് ആ പർവ്വതത്തിന് മീതെ യാഗമൃഗമായി എന്തെങ്കിലും കരുതുവാൻ കഴിയുമെന്നുള്ളത് ഇസഹാക്ക് ചിന്തിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശത്തിൽ ആ ഒരു അധ്യായം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല. പഴയ നിയമ ഭാഗങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു യാഗപീഠം ഉയർന്നിട്ടുണ്ട് എങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ ഒരു യാഗപീഠം ഭക്തന്മാർ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, അവിടെ കയറിയ യാഗമൃഗമെല്ലാം വാളിന്റെ വാക്തലയാൽ ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. യാഗവസ്തു ഖണ്ഡം ഖണ്ഡമായി അറുക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള യാഗവസ്തുക്കൾ അഗ്നിശോധനയിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ 22-ാം അധ്യായത്തിൽ പഴയ പുതിയ നിയമ പുസ്തകങ്ങളിൽ കാണാൻ കഴിയാത്ത അഗോചരമായ ഒരു സംഭവം 22-ാം അധ്യായത്തിൽ നടക്കുന്നു. യാഗപീഠം ഒരുക്കി, വിറകടുക്കി, യാഗവസ്തുവായി കയറ്റിയ ഇസഹാക്ക് വാളിന്റെ വാക്തലയുടെ ഇടയിൽ നിന്നും അല്പസമയം കഴിയുമ്പോൾ കത്തി ഉയരേണ്ട ഒരു വലിയ അഗ്നിയുടെ മുൻപിൽ നിന്നും ഇസഹാക്ക് എന്ന ദൈവഭക്തനെ അത്ഭുതകരമായി വിടുവിക്കുന്ന ഒരു സംഭവം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ദൈവമക്കൾ അത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം എവിടെയെങ്കിലും ദൈവഭക്തന്മാർ യാഗപീഠം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു യാഗവസ്തു കയറും. ആ യാഗവസ്തുവിനെ വാളിന്റെ വാക്തലയാൽ ഛേദിക്കപ്പെടേണ്ടതാണ്, അത് ഖണ്ഡം ഖണ്ഡമായി അറുക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇസഹാക്കിന് മീതെ ഒരു കത്തി ഉയർന്നു വന്നിരുന്നു. ആ വാളിന്റെ വാക്തലയുടെ ശോധനയിലൂടെ കടന്നു പോകാൻ ആമേൻ വാക്തത്വ സന്തതിയാകുന്ന ഇസഹാക്കിനെ ദൈവം അനുവദിച്ചില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ യാഗപീഠത്തിൽ കയറിയ യാഗവസ്തു തീക്കിരയായി മാറേണ്ടതാണ്. പക്ഷെ ആ തീയുടെ ശോധനയിലൂടെയും കടന്നു പോകുവാൻ വാക്തത്വ സന്തതിയെ ദൈവം അനുവദിച്ചില്ല. ഇന്ന് രാത്രി ദൈവമക്കൾ ആ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ മോറിയ പർവ്വതത്തിൽ ഇസഹാക്ക് എന്ന ദൈവമനുഷ്യൻ, അല്ലെങ്കിൽ ഇസഹാക്ക് എന്ന വാക്തത്വ സന്തതി, തന്റെ പിതാവായ അബ്രഹാമിന്റെ കയ്യിലുള്ള കത്തിയുടെ ആ വാളിന്റെ വാക്തലയിൽ നിന്നും തീയുടെ ശോധനയിലൂടെ കടന്നു പോകുവാൻ ഇസഹാക്ക് എന്ന മനുഷ്യനെ ദൈവം അനുവദിക്കാതെ അത്ഭുതകരമായി 22-ാം അധ്യായത്തിൽ ഇസഹാക്കിനെ ദൈവം ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. താഴ്വരയിൽ അബ്രഹാം പറഞ്ഞത് അവിടെ സംഭവിക്കുന്നു. യഹോവ ഇരേ, യഹോവ കരുതിക്കൊള്ളും.
22-ാം അധ്യായം ഇസഹാക്ക് എന്ന ദൈവഭക്തനെ സംബന്ധിച്ച് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത ഒന്നാണ്. അപ്പോൾ പർവ്വതത്തിനു മീതെ ഒരുക്കപ്പെട്ട യാഗപീഠത്തിൽ നിന്നും യാഗവസ്തുവായി കയറിയവനെ ദൈവം അത്ഭുതകരമായി ഉദ്ധരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇസഹാക്ക് എന്ന വാഗ്ദത്ത സന്തതിക്ക് ഇനിയും നിരവധി സംവത്സരങ്ങൾ ജീവിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ഇസഹാക്ക് എന്ന വാഗ്ദത്ത സന്തതിക്ക് ഇനിയും ദീർഘദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഇസഹാക്ക് എന്ന വാഗ്ദത്ത സന്തതിക്ക് തന്റെ പിതാവായ അബ്രഹാമിനോട് ദൈവം സംഭാഷിച്ച അരുളപ്പാടുകൾ തന്നിലൂടെ നിവർത്തിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇനി ആഴമായി ഒന്ന് ചിന്തിച്ചാൽ ഇസഹാക്ക് എന്ന വാഗ്ദത്ത സന്തതിക്ക് 26-ാം അധ്യായത്തിൽ കാണുന്ന ഗെരാർ ദേശത്തെ അവകാശമാക്കേണ്ട വലിയൊരു വാഗ്ദത്തം തന്റെ മേൽ കിടക്കുന്നുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളോട് എന്റെ സന്ദേശത്തിന് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞുപോയ സംവത്സരങ്ങൾ, കഴിഞ്ഞുപോയ ദീർഘവർഷങ്ങൾ ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തി. ദൈവം നമ്മെ അത്ഭുതകരമായി പരിപാലിച്ചു. ശത്രു ഒരുക്കിയ വാളിന്റെ പല വാക്തലകളുടെ ഇടയിൽ നിന്നും ദൈവം നമ്മെ രക്ഷിച്ചു. നാം അറിയാതെ ശത്രു നമുക്ക് വിരോധമായി കുഴിച്ച കുഴികൾക്കകത്ത് നമ്മുടെ കാലുകൾ അകപ്പെട്ടു പോകാതെ ദൈവം നമ്മെ കരങ്ങളിൽ വഹിച്ചു. അനവധി വലകൾ ശത്രു നമ്മുടെ കാലുകളെ കുടുക്കുവാൻ വിരിച്ച സ്ഥാനത്ത് ദൈവം അത്ഭുതകരമായി നമ്മെ സംരക്ഷിച്ചു, നമ്മെ പരിപാലിച്ചു. കഴിഞ്ഞുപോയ ഓരോ നാളുകളും ശത്രുവിന്റെ പ്ലാനുകൾക്കകത്ത്, തന്ത്രങ്ങൾക്കകത്ത് നാം കുടുങ്ങിപ്പോകാതെ ദൈവം നമ്മെ ശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഒരു ദീർഘദൂര യാത്രയുണ്ട്. ഇനിയും നമുക്ക് ദീർഘദൂര സഞ്ചാര പാത ദൈവം ഒരുക്കിയിട്ടുണ്ട്. അനേക പട്ടണങ്ങളിലേക്ക് നമുക്ക് നടന്നു നീങ്ങേണ്ടതായിട്ടുണ്ട്. അനേക ഗ്രാമങ്ങളിലേക്ക് നമുക്ക് നടന്നു നീങ്ങേണ്ടതായിട്ടുണ്ട്. അനേക കുടുംബങ്ങളെ നമുക്ക് നേടേണ്ടതായിട്ടുണ്ട്. അനേക യുവതി യുവാക്കന്മാരെ ഈ മിനിസ്ട്രിയോട് ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. അനേകരെ സുവിശേഷകന്മാരായി നമുക്ക് വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അനേകരെ പ്രവാചക വരുണ്യന്മാരായി മാറ്റേണ്ട വലിയ ദൈവ പദ്ധതിയുടെ വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, സ്തോത്രം. ജീവിതത്തിൽ കടന്നു വരുന്ന ചില ശോധനകൾ, വെല്ലുവിളികൾ നാം തകർന്ന് പര്യവസാനിക്കേണ്ടതിന് വേണ്ടിയല്ല. ദൈവ കൃപയിലും വിശുദ്ധിയിലും വേർപാടിലും തിരുവചനത്തിനും വേണ്ടി നിലകൊള്ളുമ്പോൾ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തിയവനുമായ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത മേഖലകളിൽ നിന്നും ചില വെല്ലുവിളികൾ ഉയരുന്നു എങ്കിൽ ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം, സർവശക്തനായ ദൈവത്തിന് അതിനകത്ത് തന്നെ നമുക്ക് വലിയ ദീർഘദൂര യാത്രയുടെ വിശാലതകൾ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളത് ഇന്ന് രാത്രി നാം തിരിച്ചറിയുക. അപ്പോൾ 22-ാം അധ്യായം വായിക്കുമ്പോൾ ഇസഹാക്കിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു അധ്യായമാണ്. ഇനി നമ്മൾ വായിച്ച തിരുവചനത്തെ ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 26-ാം അധ്യായം നമ്മൾ വായിച്ചു തുടങ്ങുന്നത് ഇസഹാക്ക് എന്ന ദൈവമനുഷ്യൻ ഗെരാരിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളവരാണ്. ഈ തിരുവചന ഭാഗങ്ങളൊക്കെ ഒരുപക്ഷെ ഇതിന്റെ ചരിത്രങ്ങൾ, ഇതിന്റെ പശ്ചാത്തലങ്ങളൊക്കെ നമുക്ക് വളരെ സുപരിചിതമാണ്. എന്നാൽ ഇന്ന് രാത്രി സിയോൺ ഫുൾ ഗോസ്പൽ മിനിസ്ട്രിയിൽ എനിക്ക് ലഭിക്കപ്പെട്ട ഈ പരിമിത സമയം ഞാൻ ഇതിനകത്ത് നിന്ന് ഒരു 5 കൂട്ടം കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇസഹാക്കിനെ ദൈവം ഗെരാരിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. 26-ന്റെ 6-ാം വാക്യം നമ്മൾ വായിച്ചു തുടങ്ങുന്നത്, അങ്ങനെ ഇസഹാക്ക് ഗെരാരിൽ പാർത്തു. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെ ഇസഹാക്ക് ഗെരാരിൽ പാർത്തു. എങ്ങനെ ഇസഹാക്ക് ഗെരാരിൽ പാർത്തു? ഇസഹാക്കിന് ഗെരാരിൽ പാർക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ജീവിതത്തിൽ കടന്നു വന്നു. ഗെരാറിൽ പാർക്കുന്നില്ല എന്ന മനുഷ്യൻ തീരുമാനമെടുത്തതായിരുന്നു. ഗെരാർ വിട്ടു പോകാൻ ആഗ്രഹിച്ച മനുഷ്യനായിരുന്നു. ഗെരാർ ദേശം, അവിടെ താൻ അഭിമുഖീകരിക്കപ്പെടുന്ന ചില പ്രതിസന്ധികൾ നിമിത്തം ഇസഹാക്ക് എന്ന ദൈവമനുഷ്യൻ അവിടെ ഒരിക്കലും നിൽക്കാൻ കഴിയാത്ത നിലയിലുള്ള വിഷയങ്ങളായിരുന്നു, പ്രതിസന്ധികളായിരുന്നു ഇസഹാക്കിനെതിരായി ഉയർന്നു വന്നത്. അത് കാരണം ഇസഹാക്ക് ഗെരാറിൽ പാർക്കാൻ ആഗ്രഹിച്ചില്ല. പക്ഷെ 6-ാം വാക്യം വായിക്കുമ്പോൾ അങ്ങനെ ഇസഹാക്ക് ഗെരാറിൽ പാർത്തു എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ഗെരാറിൽ താൻ പാർക്കാനിടയായി തീർന്നത്? മാനുഷിക നിലയിൽ ഒരിക്കലും ഗെരാറിൽ പാർക്കാൻ താൻ ആഗ്രഹിച്ചില്ല. അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവുണ്ട്. നമുക്ക് 26-ാം അധ്യായം അതിന്റെ 1-2 വചനഭാഗങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വേഗത്തിൽ വായിക്കാം.
കാലത്ത് ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമമുണ്ടായി. അപ്പോൾ ഇസഹാക്ക് ഗെരാരിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കൽ പോയി യഹോവ അവന് പ്രത്യക്ഷനായി അരുളിച്ചത് എന്തെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം. നമ്മളിവിടെ വായിച്ചത് അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ക്ഷാമമുണ്ടായി. അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമം എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ഈ ക്ഷാമത്തെ അവിടെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. 12-ാം അധ്യായത്തിൽ അബ്രഹാം കഠിന ക്ഷാമത്തിലൂടെ കടന്നുപോയി. അന്ന് ഇസഹാക്കിന്റെ പിതാവായ അബ്രഹാം ചെയ്തത് എന്താണെന്നറിയുമോ? മിസ്രൈമിലേക്ക് ആ മനുഷ്യൻ പോയി. ആ ക്ഷാമ കാലഘട്ടങ്ങളിൽ അബ്രഹാം പ്രതിരോധിച്ചു നിന്നത് മിസ്രൈമിൽ പോയായിരുന്നു. ആമേൻ. അബ്രഹാം ഗരാരിൽ പാർത്ത കാലഘട്ടങ്ങളിൽ ക്ഷാമം കഠിനമായിരുന്നു എന്ന് ആ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്ന് സ്തോത്രം മഴയില്ലാത്തൊരു കാലഘട്ടം, മഞ്ഞ് പെയ്യാത്തൊരു കാലഘട്ടം, സ്തോത്രം ജലസമൃദ്ധമായ തോടുകളോ നദികളോ ആ ഉറവകളോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടം. പച്ചപ്പേറിയ വൃക്ഷങ്ങളെയോ സസ്യങ്ങളെയോ ഒന്നും കാണാതെ ഗരാർ മണ്ണ് ഉണങ്ങി വിണ്ടുകീറിയിരിക്കുന്നു. നോക്കൂ, അങ്ങനെ ഒരു സാഹചര്യം അബ്രഹാമിന്റെ കാലത്തുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ അബ്രഹാം ചെയ്തത് എന്താണെന്നറിയാമോ? മിസ്രൈമിലേക്ക് പോയി. നിങ്ങൾക്ക് ആ ഭാഗം ഒന്ന് പഠിക്കണമെങ്കിൽ പിന്നീട് നോട്ട് ചെയ്യുക. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമത്തെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമമാണ് ഇസഹാക്കിന്റെ കാലത്തും ഉണ്ടാകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ വിശ്വാസത്തിന് ഏറ്റവും മാതൃക പുരുഷനായിരുന്നു അബ്രഹാം എന്ന് പറയുന്നത്. അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമത്തിൽ അബ്രഹാമിന് ആ മണ്ണിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വണ്ണം മറ്റൊരു രാജ്യത്തിലേക്ക് ആ മനുഷ്യൻ ഓടുകയാണ്. ആ ക്ഷാമത്തെ പ്രതിരോധിച്ചു നിൽക്കുവാനായി തന്റെ ഹൃദയത്തിൽ ഓടി വന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് മിസ്രയമാണ്. പക്ഷേ 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്റെ സന്തതിയാകുന്ന ഇസഹാക്കിന്റെ കാലഘട്ടങ്ങളിലും ഒരു ക്ഷാമം ഉണ്ടാകുക. ആ ക്ഷാമത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന പേരെന്ന് പറയുന്നത് അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമമെന്ന. അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ക്ഷാമം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, പിതാക്കന്മാർ തലമുറകൾ ഇങ്ങനെ ആ ഒരു പരിശോധന അല്ലെങ്കിൽ ആ ഒരു വെല്ലുവിളി ഇങ്ങനെ ഒഴുകുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, പിതാക്കന്മാർ തുടങ്ങി തലമുറകൾ വരെ ഏതെങ്കിലും നിലകളിൽ പാരമ്പര്യം എന്ന പോലെ ചില പ്രതിസന്ധികൾ വീശിയടിക്കുന്നുണ്ടോ എങ്കിൽ, അങ്ങനെയുള്ള ചില തിരകൾ ഉയരുന്നു എങ്കിൽ, അങ്ങനെയുള്ള ചില വരൾച്ചകൾ ഉയരുന്നു എങ്കിൽ, അങ്ങനെയുള്ള ചില കൊടുങ്കാറ്റുകൾ വീശിയടിക്കുന്നു എങ്കിൽ, ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. പ്രിയമുള്ളവരെ, എന്റെ പിതാക്കന്മാരുടെ അല്ലെങ്കിൽ എന്റെ പിതാവിന്റെ കാലഘട്ടത്ത് എന്റെ സ്തോത്രം 2-3 കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഭവനങ്ങളിൽ തലമുറകളിൽ ഒക്കെ സംഭവിച്ചു പോയ പല കാര്യങ്ങളും ഇന്നും ഇത് അങ്ങനെ സംഭവിക്കപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മളതിനെ നിസാരമായി കാണരുത്, നമ്മളതിനെ ലഘൂകരിച്ചു കാണരുത്. നമുക്കതിനെ പ്രാർത്ഥന കൊണ്ട് ജയിക്കേണ്ടതായിട്ടുണ്ട്, നമുക്കതിനെ വചനത്തിന്റെ ഉറപ്പോടുകൂടെ ജയിക്കേണ്ടതായിട്ടുണ്ട്, അതിനെ നമുക്ക് വിശ്വാസത്താൽ ചിലതിനെ തകർക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമം അബ്രഹാമിന്റെ കാലം കൊണ്ട് നിലച്ചു പോകാതെ ഇസഹാക്കിന്റെ കാലത്തും ക്ഷാമമുണ്ടാകുക. ആ ക്ഷാമം അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമം എന്ന് പരിശുദ്ധാത്മാവ് പറയുക. ഇന്ന് രാത്രിയിൽ സ്തോത്രം ആമേൻ, ഇസഹാക്ക് ഈ ക്ഷാമത്തിന്റെ നടുവിൽ സ്തോത്രം മിസ്രൈമിലേക്ക് പോകാൻ ആഗ്രഹിച്ചു എന്ന് നമുക്ക് 2-ാം വാക്യം താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ആ 2-ാം വാക്യം താഴോട്ട് വായിക്കുമ്പോൾ, നീ മിസ്രൈമിലേക്ക് പോകരുത് എന്ന് ദൈവം ആരോട് സംസാരിക്കുക? ഇസഹാക്കിനോട് സംസാരിക്കുക. അപ്പോൾ സ്തോത്രം, അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമം ഇസഹാക്കിന്റെ കാലത്തും ഉണ്ടാകുകയാണ്. അബ്രഹാം ചെയ്തതുപോലെ ഇസഹാക്കിനും ഒരു ആഗ്രഹം, മോഹം, താല്പര്യം, എന്ത്? മിസ്രൈമിലേക്ക് പോകുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമം തന്റെ സന്തതിയിലേക്ക് വന്നു എങ്കിൽ ഇസഹാക്കും ആ ക്ഷാമത്തെ ഭയപ്പെട്ടിട്ട് അപ്പൻ ചെയ്തതുപോലെ മിസ്രൈമിലേക്ക് പോകാൻ താനും ആഗ്രഹിച്ചിരുന്നാൽ ഇസഹാക്കിന്റെ സന്തതികളും വരും, ഇസഹാക്കിന്റെ സന്തതി പരമ്പരകൾ വരും. അവരുടെ കാലഘട്ടങ്ങളിലും ഇങ്ങനെ പിതാക്കന്മാർ തുടങ്ങി തലമുറകളിലേക്ക് ക്ഷാമമെന്ന കഠിന ശോധന വീശിയടിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്, ഇസഹാക്കെ, നിന്റെ കാല
കാലഘട്ടങ്ങൾ കൊണ്ട് ഈ പരിശോധന ഇവിടെ നിലയ്ക്കണം. ഈ കൊടിയ ക്ഷാമം ഇവിടെ നിർത്തലാക്കണം. ഈ കൊടിയ വരൾച്ച നിന്റെ കാലഘട്ടം കൊണ്ട് നിന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നാളുകളായി പിതാക്കന്മാർ തുടങ്ങി ഭവനത്തിനകത്ത് ഉയരുന്ന ചില വരൾച്ചകൾ, വ്യക്തി ജീവിതങ്ങളിൽ ഉയർന്നു വരുന്ന ചില വരൾച്ചകൾ, ആത്മീയ ഭൗതിക മേഖലകളിൽ ഉയർന്നു വരുന്ന ചില വരൾച്ചകൾ, പ്രാർത്ഥിക്കാൻ കഴിയാതെ വണ്ണം, ആരാധിക്കാൻ കഴിയാതെ വണ്ണം, വചനം തുറക്കാൻ കഴിയാതെ വണ്ണം, വചനം ധ്യാനിക്കുവാൻ കഴിയാതെ വണ്ണം, അന്യഭാഷകളിൽ നിറയാൻ കഴിയാതെ വണ്ണം, ദൈവഹിതത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയാതെ വണ്ണം, പലപ്പോഴും പിതാക്കന്മാർ തുടങ്ങി തലമുറകളായി ഇങ്ങനെ ചില വരൾച്ചകൾ കുടുംബത്തിലേക്ക് കയറി വരുന്നു എങ്കിൽ, വ്യക്തി ജീവിതങ്ങളിലേക്ക് കയറി വരുന്നു എങ്കിൽ നമ്മൾ അതിനെ നിസാരമായി കാണരുത് എന്ന് രാത്രി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഇസഹാക്കിന്റെ ജീവിതത്തിലും ഈ ക്ഷാമം ഗെരാറിൽ വന്നപ്പോൾ ഇസഹാക്ക് ചിന്തിക്കുന്നു, എനിക്ക് ഈ ദേശം അനുകൂലമല്ല, എനിക്ക് ഈ ദേശത്തിന്റെ സാഹചര്യങ്ങൾ അനുകൂലമല്ല, ഇവിടെ ഉള്ളവർ അനുകൂലമല്ല. ഇനി ഈ വരൾച്ചയുടെ നടുവിൽ, ഈ കൊടിയ ക്ഷാമത്തിന്റെ നടുവിൽ എനിക്കൊരിക്കലും നിലനിൽക്കുവാൻ കഴിയത്തില്ല, പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല, എനിക്ക് ഇവിടം വിട്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഭവനത്തിനകത്ത്, വ്യക്തികളിൽ, സ്തോത്ര, ആത്മീയ ഭൗതിക മേഖലകൾക്കകത്ത്, ശാരീരികവും മാനസികവും സാമ്പത്തികവുമാകുന്ന മേഖലകൾക്കകത്ത് സ്തോത്രം ഇതുപോലെയുള്ള വരൾച്ചകൾ കയറി വരുന്നു എങ്കിൽ ഇന്ന് രാത്രി നാം തിരിച്ചറിയാൻ ഇടയായിക്കോ. അങ്ങനെയുള്ള ചില വരൾച്ചകളെ, ചില ക്ഷാമത്തെ കണ്ടിട്ട് നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകരുത് പ്രിയപ്പെട്ടവരെ. സ്തോത്രം. അത് ഗൗരവമായി നമ്മൾ ഇന്ന് രാത്രി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനെ നമുക്ക് വചനത്താൽ ജയിക്കേണ്ടതായിട്ടുണ്ട്. അതിനെ നമുക്ക് പ്രാർത്ഥനയാൽ നേരിടേണ്ടതായിട്ടുണ്ട്. അതിനെ നമുക്ക് അഭിഷേകത്താൽ നേരിടേണ്ടതായിട്ടുണ്ട്. അതിനെ ദൈവം തന്ന അധികാരത്താൽ നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് ഇസഹാക്കിന്റെ കാലഘട്ടം കൊണ്ട് ഗെരാർ മണ്ണിലുള്ള ക്ഷാമം നിലയ്ക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ ഇസഹാക്കിന്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞ രണ്ട് മാനുഷികമായ ആശയങ്ങൾ എന്താണത്? അത് ഒന്ന് രണ്ട് വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, ഇസഹാക്ക് രാജാവിന്റെ അടുക്കലേക്ക് ഓടി എന്ന് പറഞ്ഞാൽ ഇസഹാക്ക് ഗെരാറിൽ ഫിലിസ്ത്യരുടെ രാജാവായ അബിമലേക്കിന്റെ അടുക്കലേക്ക് പോയി എന്ന് ബൈബിൾ പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ചില നാളുകൾ ഇസഹാക്ക് ഗെരാർ മണ്ണിൽ പാർക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ ഫിലിസ്ത്യരുടെ ഗ്രാമമാണ് യഥാർത്ഥത്തിൽ ഗെരാർ എന്ന് പറയുന്ന സ്ഥലം. ആ ഗെരാർ ദേശത്തെ അടക്കി വാഴുന്നത് ജാതീയ രാജാവായ അബിമലേക്ക് രാജാവാണ്, ഫിലിസ്ത്യരുടെ രാജാവായ അബിമലേക്ക്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇവിടെ രാജാവിന്റെ അടുക്കലേക്ക് ആര് പോകുകയാ? വാഗ്ദത്ത സന്തതി പോകുകയാ. മോറിയ പർവ്വതത്തിൽ അത്ഭുതകരമായി ദൈവം ഉദ്ധരിച്ച് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി അനന്തവിദൂര ഭാവിയിൽ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനിത്. ഈ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവമുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തേണ്ടതിന് പകരം രാജാവിന്റെ അടുക്കലേക്ക് ഓടുകയാ, രാജാവിന്റെ അടുക്കലേക്ക് മനുഷ്യൻ പോകുകയാ. ബൈബിൾ എന്താണ് പറയുന്നത്? പ്രമുഖന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിലും അരുത് എന്ന് വിശുദ്ധ തിരുവെടുത്ത് പറയുമ്പോൾ നമ്മുടെ ആശ്രയം നമ്മുടെ ദൈവമായിരിക്കണം. ആ ദേശത്തെ അടക്കി വാഴുന്ന രാജാവെന്ന നിലയിൽ രാജാവിന്റെ അടുക്കിലേക്ക് ഒരു പക്ഷേ ഇസഹാക്ക് പോകുന്നത് ഞാൻ ഇവിടം വിട്ട് മിസ്രൈമിലേക്ക് പോകുകയാണ് എന്ന് ഒരു വിവരം രാജാവിനോട് അറിയിക്കേണ്ടതിന് വേണ്ടിയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, മനുഷ്യന് നമ്മെ സഹായിക്കുവാൻ കഴിയാത്ത മേഖലകൾ ഉണ്ടാകും. മനുഷ്യന് നമുക്ക് പല ആവശ്യങ്ങളും നമുക്ക് വേണ്ടി തരുവാൻ കഴിയാത്ത മേഖലകളുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമുക്കെന്തെങ്കിലും ഒരു ഞെരുക്കം വരുമ്പോൾ, നമുക്കെന്തെങ്കിലും ഒരു ശോധന കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ചില വരൾച്ചകൾ ഉയർന്നു വരുമ്പോൾ നമ്മുടെ ആശ്രയമായ ദൈവത്തിന്റെ അടുക്കിലേക്ക് നാം ഓടണം. നമ്മുടെ ദൈവസന്നിധിയിൽ, നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കിക്കൊണ്ട് ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരായി മാറണം. ദൈവത്തിന്റെ വിചാരങ്ങളും വഴികളും എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നവരായി മാറണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇസഹാക്കെ, നിന്നെ മോറിയ പർവ്വതത്തിൽ നിന്നും അത്ഭുതകരമായി ഉദ്ധരിച്ചത് ഒരു ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടിയാണ്. ഒരുപാട് പട്ടണങ്ങളെ നിനക്ക് കീഴടക്കേണ്ടതായിട്ടുണ്ട്.
ഒരുപാട് അവകാശ ഭൂമികൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നിന്നെ ദൈവം വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്നെ കൊണ്ട് വലിയ വലിയ ദൈവിക പദ്ധതികൾ നിന്റെ മേലുണ്ട്. പക്ഷേ ഗെരാറിലെ ഒരു സംവത്സരത്തെ ആ കഠിന ക്ഷാമത്തിന്റെ നടുവിൽ എന്തു ചെയ്യണമെന്നറിയാതെ പ്രാർത്ഥിക്കുന്ന നീ, ആരാധിക്കുന്ന നീ, ദൈവകൃപയുള്ള നീ, സ്തോത്രം, ദൈവമുഖം അന്വേഷിക്കുന്നവൻ, നിന്റെ പേര് തന്നെ വാഗ്ദത്ത സന്തതി എന്ന്. പക്ഷേ ഗെരാർ ദേശത്തെ കൊടിയ ക്ഷാമത്തിന്റെ നടുവിൽ എന്തു ചെയ്യണമെന്നറിയാതെ രാജാവിന്റെ അടുക്കലേക്ക് ഓടുന്നവനായി മാറി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, സമ്പത്ത് പരാജയപ്പെടുന്നിടമുണ്ട്. അധികാരങ്ങൾ, മാനുഷിക അധികാരങ്ങൾ പരാജയപ്പെടുന്നിടമുണ്ട്. സമൂഹത്തിലെ ഉന്നതന്മാർക്ക് പോലും മനുഷ്യന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയാത്ത പലവിധമായ വിഷയങ്ങളും ജീവിതത്തിൽ കയറി വരും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, സ്വർഗസ്ഥരായ ദൈവത്തിന്റെ പാദവിട ഒരിക്കലും നമ്മുടെ മുഖം ലജ്ജിക്കപ്പെടുകയില്ല. അത് നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ അവസ്ഥകൾക്കും നമ്മുടെ സകല ചോദ്യങ്ങൾക്കും ഉത്തരമാണ് ദൈവയിടം എന്നുള്ളത് ഇന്ന് രാത്രി ദൈവമക്കൾ മറന്നു പോകരുത്. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കുവാൻ തയ്യാറാകട്ടെ, കർത്താവിനെ ആരാധിക്കുവാൻ തയ്യാറാകട്ടെ, കർത്താവിന്റെ മുൻപാകെ സ്തുതികളാൽ നിറയാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ, ആമേൻ. രണ്ടാമത് തന്നിൽ ഉരുത്തിരിഞ്ഞ മാനുഷിക ആശയം മറ്റൊന്നുമല്ല, മിസ്രൈമിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. എന്നെ ഏൽപ്പിച്ച ദൈവിക ആലോചനയിലേക്ക് എനിക്ക് വരേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. രണ്ടാമത് താൻ ആഗ്രഹിച്ചത് മിസ്രൈമിലേക്ക് പോകുക. പക്ഷേ എന്താണ് അവിടെ കാണാൻ കഴിയുന്നത്? യഹോവ അവന് പ്രത്യക്ഷനായി എന്ന് ബൈബിൾ പറയുകയാണ്. ദൈവമക്കൾ രണ്ടാം വാക്യം ഇങ്ങനെ വായിക്കുക, യഹോവ അവന് പ്രത്യക്ഷനായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, സ്തോത്രം, മിസ്രൈമിലേക്ക് പോകാൻ ആഗ്രഹിച്ചവൻ, രാജാവിന്റെ അടുക്കിലേക്ക് ഓടിപ്പോയവൻ, ഇതാ ആ മനുഷ്യന്റെ മുൻപിൽ ഇതാ ദൈവത്തിന്റെ പ്രത്യക്ഷത വെളിപ്പെടുകയാണ്. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിന്റെ ഹൃദയം വരൾച്ചയുള്ളതാണോ? നിന്റെ മനസ്സ് വരൾച്ചയുള്ളതാണോ? നിന്റെ ഭവനത്തിൽ വരൾച്ചകളുണ്ടോ? സ്തോത്ര, കൊടിയ ക്ഷാമത്തിന് പ്രതിനിധിയായ വിഷയങ്ങളിലൂടെയാണോ ഈ ദിവസങ്ങൾ, ഈ കാലഘട്ടങ്ങളിൽ നീ കടന്നു പോകുന്നത്? അവിടെ അനിവാര്യം ദൈവത്തിന്റെ പ്രത്യക്ഷതയാണ്. അവിടെ അനിവാര്യം ദൈവത്തിന്റെ അഭിഷേകമാണ്. അവിടെ അനിവാര്യം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ ആഴമേറിയ വചനമാണ്. അവിടെ അനിവാര്യം കർത്താവായ യേശുവിന്റെ കരുത്തുറ്റ നാമമാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആലോചനയാണ് ഈ ഒരു വരൾച്ചയുടെ നടുവിൽ നിനക്ക് ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ മിസ്രൈമിലേക്ക് പോകാൻ ആഗ്രഹിച്ചവന്റെ മുൻപിൽ യാഹെന്ന ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഇസഹാക്കിന് മിസ്രൈമിലേക്ക് പോകാനായിട്ടുള്ള ആഗ്രഹം ഉള്ളിലുണ്ടായപ്പോൾ തന്നോടുകൂടെയുള്ള തന്റെ ഇടയന്മാരെ രഹസ്യം അറിഞ്ഞില്ല. ആമേൻ. പക്ഷേ ആരോടും വെളിപ്പെടുത്താത്ത ആ രഹസ്യം അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവന്റെ മുൻപാകെ, ആഴങ്ങളെ ആരായുന്ന സർവശക്തനായ മഹാദൈവത്തിന്റെ മുൻപാകെ ഇസഹാക്കിന്റെ ഉള്ളിലുള്ള മിസ്രൈമിലേക്ക് പോകണമെന്നുള്ള ആ ചിന്ത ദൈവം അറിയുകയാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, സ്തോത്രം, ദൈവത്തിന്റെ പദ്ധതി നീ നിൽക്കുന്ന ഇടമാണെങ്കിൽ, അതിന് വിപരീതമായിട്ടൊരു ചിന്തയാണ് നീ ഉള്ളിൽ വഹിക്കുന്നതെങ്കിൽ, ദൈവം നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്. ഇന്ന് രാത്രിയിൽ ആ സന്ദേശം നിന്റെ മുമ്പിൽ തുറക്കപ്പെടാൻ പോകുകയാ. ഈ രാത്രി ദൈവമക്കൾ ഒരു കാര്യം തിരിച്ചറിയുക, ഗെരാറിന്റെ മണ്ണ് ക്ഷാമമുള്ളതാണ്. മഴയില്ലാതെ, മഞ്ഞില്ലാത്ത, ജലസമൃദ്ധമായ തോടുകളോ നദികളോ കിണറുകളോ ഉറവകളോ ഇല്ലാത്ത ഇടമാകാം. പച്ചപ്പേറിയ വൃക്ഷങ്ങളോ സസ്യങ്ങളോ ഒന്നും കാണാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി ആ സാഹചര്യത്തിന്റെ നടുവിലാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടാൻ പോകുകയാ. കാരണം നീ മിസ്രൈമിലേക്ക് ഓടേണ്ടവനല്ല, നീ മിസ്രൈമിലേക്ക് പോകേണ്ടവനല്ല. നീ നിൽക്കേണ്ട ഇടമെന്ന് പറയുന്നത് ഗെരാറിന്റെ മണ്ണാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരെ, ആരാധിക്കുന്നവരെ, വചനങ്ങൾ ധ്യാനിച്ച് വചനത്തിൽ ഉറയ്ക്കുന്നവരെ, ദൈനംദിന ജീവിതത്തിൽ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിച്ച് വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തിയവനുമായ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരോട് ഞാൻ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾക്കെതിരെ കയറി വരുന്ന ചില വരൾച്ചകൾ, കൊടിയ ക്ഷാമം പോലെയുള്ള ചില പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്.
പറയുക, ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹമുണ്ട്, ദൈവത്തിന് നിങ്ങളോട് ഇടപെടുവാൻ ആഗ്രഹമുണ്ട്. ഇതാ ഇസഹാക്കിനെ മിസ്രൈമിലേക്ക് വിടാതെ മഴയില്ലാത്ത ദേശത്ത് നിർത്താൻ തമ്പുരാൻ ആഗ്രഹിക്കുക, മഞ്ഞ് പെയ്യാത്ത ദേശത്ത് തമ്പുരാൻ തന്നെ നിർത്താൻ ആഗ്രഹിക്കുക. ജലസമൃദ്ധമായ തോടുകളോ നദികളോ കിണറുകളോ ഉറവകളോ ഇല്ലാത്ത ആ ഗെരാർ മണ്ണിനെ ദാമം ഇവിടെ ഇസഹാക്കിന് വേണ്ടി ദൈവം കൊടുക്കാൻ പോകുകയാ. ആമേ, ഈ രാത്രി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഓ രമന ശംധരാജര അധികമന അറകൽക്കമന രഹസ്യധനിയാദര. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവ മഹത്വം ഇന്ന് രാത്രി ദൈവജനത്തിന് മേൽ വെളിപ്പെടട്ടെ. ഇസഹാക്കിനെ ഗെരാറിന്റെ മണ്ണിൽ നിർത്താൻ ദൈവം ആഗ്രഹിക്കുക. മിസ്രൈമിലേക്ക് പോകാൻ കൊതിച്ചവനെ തടയുകയാണ്. എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും, എത്ര ദൈവഭക്തന്മാരാണെങ്കിലും, എത്ര വചനവുമായി ബന്ധമുള്ളവരാണെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളൊക്കെ നമുക്ക് ചില ആശയക്കുഴപ്പങ്ങൾ വരാറുണ്ട്. ആമേ, എന്ത് തെരഞ്ഞെടുക്കണം, എന്ത് ചെയ്യണം, എന്ത് തീരുമാനിക്കണം എന്നറിയാതെ നമ്മൾ ആശങ്കപ്പെട്ടു പോകാറുണ്ട്. സ്തോത്രം. ആ സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ ഏതെങ്കിലും അഭിഷക്തന്മാരെ മുമ്പിൽ കൊണ്ടുവരും. ആ സമയത്ത് ദൈവത്തിന്റെ വചനം നമുക്കൊരു ദൂതായി മാറും. ആ സന്ദർഭങ്ങളിൽ ഒരു കൊച്ചു കുഞ്ഞിലൂടെ ആയിരിക്കാം ദൈവാത്മാവ് ഇടപെടാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, സ്തോത്രം, നിങ്ങൾ ഈ ദിവസങ്ങൾ വചനത്താൽ നിറയട്ടെ, പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. സ്തോത്രം. ഗെരാറിന്റെ മണ്ണ് അനുകൂലമല്ല എങ്കിലും സ്വർഗസ്ഥനായ ദൈവം നിനക്കത് അനുകൂലമാക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മീതെ നിന്നുള്ള എല്ലാ വഴികളും ഇസഹാക്കിന്റെ മുമ്പിൽ അടഞ്ഞു. നീ താൻ പാദമൂന്നി നിൽക്കുന്ന മണ്ണിൽ ഒരു പ്രതീക്ഷയും തനിക്കില്ല. അതിന്റെ നടുവിലാണ് യഹോവയുടെ പ്രത്യക്ഷത. ഇസഹാക്കിന്റെ സകല തീരുമാനങ്ങളെയും മാനുഷികമായ സകല ആശയങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഉള്ളിൽ ദൈവത്തിന്റെ ഹിതം തമ്പുരാൻ ഉറപ്പിക്കുകയാണ്. ആമേൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ക്ഷാമമുള്ള വരൾച്ചയുള്ള ഗെരാർ മണ്ണിൽ ദൈവഭക്തനായ ഇസഹാക്കിന് വേണ്ടി യഹോവ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, സിയോൺ ഫുൾ ഗോസ്പൽ മിനിസ്ട്രിയിലെ സഹോദരി സഹോദരന്മാരോട്, ദൈവദാസന്മാരോട്, പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈനംദിന ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കപ്പെടുന്ന ചില വരൾച്ചകളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രത്യക്ഷത അനിവാര്യമാണ്. അതിന്റെ നടുവിൽ ദൈവം ദർശനത്തിന്റെ മാളിക മുറി ദൈവം ഒരുക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് ഇന്നതില്ലല്ലോ, എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ, എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ആരുമില്ലല്ലോ, ഞാൻ നിൽക്കുന്ന ഭവനം അനുകൂലമല്ലല്ലോ, ഈ മണ്ണ് അനുകൂലമല്ലല്ലോ, സാഹചര്യങ്ങളെല്ലാം എനിക്ക് എതിരാണല്ലോ. വേണ്ട, ആ പദങ്ങൾ വേണ്ട. ദൈവത്തിന്റെ പ്രത്യക്ഷത നിന്നോടുകൂടെയുണ്ട്. ദൈവത്തിന് നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹമുണ്ട്. ഇവിടെ ദൈവത്തിന്റെ പ്രത്യക്ഷത വെളിപ്പെട്ടപ്പോൾ ദൈവം അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. അതിന്റെ 3 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. 2 മുതലുള്ള വാക്യം ഒന്നും കൂടെ ഒന്ന് വായിച്ചാട്ടെ. ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. ഞാൻ വേഗത്തിൽ അവന് പ്രത്യക്ഷനായി നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം, ഈ ദേശത്ത് താമസിക്കാം, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെ തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. അബ്രഹാം എന്റെ വാക്ക് കേട്ട് എന്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെ കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ഇസഹാക്ക് ഗെരാരിൽ പാർത്തു. മതി കണ്ടോ? അങ്ങനെ ഇസഹാക്ക് ഗെരാരിൽ പാർത്തു. ആമേൻ. ഒരിക്കലും തനിക്കവിടെ പാർക്കാൻ കഴിയുകയില്ല എന്ന് ചിന്തിച്ചവനായിരുന്നു. മിസ്രൈമിലേക്ക് പോകാൻ ആഗ്രഹിച്ചവനായിരുന്നു. അതിനായി തന്റെ ശരീരവും മനസ്സും ഹൃദയവും സജ്ജമായി ഒരുക്കപ്പെട്ടു. ഇനിയും എനിക്ക് ഈ ദേശം വേണ്ട, മിസ്രൈമ് മതി എന്ന് പറഞ്ഞ മനുഷ്യന്റെ മുമ്പിൽ അങ്ങനെ ഇസഹാക്ക് ഗെരാരിൽ പാർത്തു എന്ന് താൻ ഒരു തീരുമാനമെടുത്തു എങ്കിൽ അതിന്റെ പിന്നിലെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പ്രത്യക്ഷതയും പ്രത്യക്ഷപ്പെട്ട ദൈവം ഇസഹാക്കിനോട് അക്കമിട്ട് നിരവധി കാര്യങ്ങൾ ഇവിടെ നിരത്തുകയാണ്.
നമുക്ക് ദൈവത്തിന്റെ പ്രത്യക്ഷത തന്റെ മുമ്പിൽ വന്നു. ദൈവത്തിന് സംസാരിക്കാനായിട്ടുള്ള അരുളപ്പാടുകൾ ഇസഹാക്കിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്റെ മാനുഷിക തീരുമാനങ്ങളെ താൻ മാറ്റിയിട്ട് ദൈവം പറഞ്ഞ വാക്കുകളെ വിശ്വസിക്കാൻ തയ്യാറായി. ദൈവം പറഞ്ഞ അരുളപ്പാടുകളെ വിശ്വസിക്കാൻ തയ്യാറായി. ദൈവം പറഞ്ഞെടുത്ത് നിൽക്കാൻ തയ്യാറായി. എന്തൊക്കെയാ നമ്മൾ വായിച്ചതെന്നറിയാമോ? ഒന്ന്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കുക. രണ്ട്, ഈ ദേശത്ത് താമസിക്കുക. മൂന്ന്, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. അടുത്തത്, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. അടുത്തത്, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, മാനുഷിക നിലകളിലും മാനുഷിക കണ്ണുകൾ കൊണ്ടും സാഹചര്യങ്ങളെ നോക്കി വിലയിരുത്തിയിട്ട് ഒരു പ്രാർത്ഥനാ മനുഷ്യൻ പറയുകയാ. ആമേൻ സ്തോത്രം. വിശ്വാസവീരനായ ഒരു മനുഷ്യൻ പറയുകയാ, ഒരു വാക്കത്തെ സന്തതി എടുത്തൊരു തീരുമാനമായി, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ പോകുകയാണെന്ന്. പക്ഷെ ദൈവത്തിന്റെ തേജസ് തന്റെ മുമ്പിൽ അങ്ങോട്ട് വെളിപ്പെട്ടപ്പോൾ, ദൈവത്തിന്റെ പ്രത്യക്ഷത തന്റെ മുമ്പിൽ വെളിപ്പെട്ടപ്പോൾ, ഇസഹാക്കിനോട് പറയേണ്ട ദൂതുകൾ ദൈവം അക്കമിട്ട് അങ്ങോട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ താൻ ഒരു കാര്യം മനസ്സിലായി, ഞാൻ ചിന്തിച്ചതല്ല ദൈവത്തിന്റെ ഹിതം, എനിക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ട് എന്നോട് സംസാരിച്ച ദൈവം പറയുന്നതാണ് യഥാർത്ഥത്തിലെ ദൈവം നിയോഗമെന്ന് മനസ്സിലാക്കിയിട്ട് ആ മനുഷ്യനിത് സ്വതന്ത്രം ക്ഷാമമുള്ള മണ്ണിൽ നിൽക്കാൻ തയ്യാറാകുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഞാൻ പറയുന്ന സ്ഥലത്ത് നീ പാർക്കണം. എന്തായിരുന്നു ഇസഹാക്ക് പറഞ്ഞത്? എനിക്കിവിടെ പാർക്കാൻ പറ്റത്തില്ല. ദൈവം പറയുന്നത് ഈ ദേശത്ത് താമസിക്കണം. ഒരിക്കലും താമസിക്കുവാൻ അനുയോജ്യമായിട്ടുള്ള മണ്ണല്ല ഗെരാറിന്റെ മണ്ണ്. എന്നാൽ യഹോവ പറയുകയാണ്, നീ താമസിക്കണം, നീ അവിടെ പാർക്കണം. മൂന്നാമത്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാൻ പോകുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്കെതിരെ കയറി വരുന്ന ചില വരൾച്ചകളുടെ നടുവിൽ ദൈവത്തിന് സംസാരിക്കുവാനായിട്ടുള്ള ചില ആഴമേറിയ അരുളപ്പാടുകൾ, ഒന്ന്, നിങ്ങളെ അവിടെ താമസിപ്പിക്കും. രണ്ട്, നിങ്ങളെ അവിടെ പാർപ്പിക്കും. മൂന്ന്, സ്വർഗീയമായ അധികാരങ്ങളോടുകൂടെ സ്വർഗസ്ഥനായ ദൈവം നിന്നോടുകൂടെ ഗെരാരിലിരിക്കുമെന്ന് ഇസഹാക്കിനോട് പറഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രിയിൽ പറയട്ടെ, നമ്മുടെ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറാകുക. ആമേൻ, ആമേൻ. ഇവിടെ കർത്താവ് പറയുക, നീ താമസിക്കണം, നീ ഇവിടെ പാർക്കണം, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാൻ പോകുക. സ്തോത്രം. എന്നിട്ട് പറയണം, അബ്രഹാമിന്റെ വാക്കും കേട്ട് എന്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചത് കൊണ്ട് ഞാൻ നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. അപ്പോൾ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുമെന്ന് ക്ഷാമമുള്ള മണ്ണിൽ നിന്നുകൊണ്ട് യഹോവ സംസാരിക്കുമ്പോൾ അത് ചെറിയൊരു പ്രവചന ദൂതല്ല, അത് ചെറിയൊരു അരുളപ്പാടല്ല. ആമേൻ. ആരും നിന്നോടുകൂടെ ഇപ്പോൾ ഇല്ല എങ്കിലും നിന്നോടുകൂടെയുള്ള ചില ഇടയന്മാരൊഴികെ വേറെ ആരും നിന്നോടുകൂടെ ഇല്ല എങ്കിലും പ്രവചനം കേട്ടത് നിന്റെ സന്തതിക്ക് ദേശം തരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇന്ന് രാത്രി എന്തെങ്കിലും വെല്ലുവിളികളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ പേടിച്ചോടരുതേ പ്രിയപ്പെട്ടവരെ. അതിന്റെ പിന്നിൽ ദൈവത്തിന് നിന്നെ നിലനിർത്തുവാനായിട്ടുള്ള ആഴമേറിയ അരുളപ്പാടുകളുണ്ട്. അത് കേൾക്കേണ്ടതിന് വേണ്ടിയായി ക്ഷാമം. അത് അനുഭവിക്കണം, നന്മകൾ അനുഭവിക്കേണ്ടതിന് വേണ്ടി, വാഗ്ദത്തങ്ങൾ അനുഭവിക്കേണ്ടതിന് വേണ്ടി, ആ ദൈവത്തിന്റെ പ്രത്യക്ഷതകൾ നിങ്ങൾ കാണേണ്ടതിന് വേണ്ടിയാണ് ഈ ക്ഷാമം എന്ന് പറയുന്നത്. അതൊരു താൽക്കാലികമാണ്, അത് മാറിപ്പോകും. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ പദ്ധതി മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ അബ്രഹാമിന്റെ വാക്കും പ്രമാണങ്ങളും നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം അനുസരിച്ചതുപോലെ ഇസഹാക്കേ, നീ അങ്ങോട്ട് അനുസരിക്കാൻ തയ്യാറായാൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ ആ മണ്ണിൽ പ്രവർത്തിക്കാൻ പോവുകയാണെന്ന് ആ വചനത്തിലൂടെ ദൈവം ശക്തമായി ഇസഹാക്കിനോട് ഇടപെടുകയാണ്. ഞാൻ വേഗത്തിൽ പോകട്ടെ. സ്തോത്രം. ഇസഹാക്കിനെ ഗെരാറിൽ നിർത്തിയത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഒന്ന്, സ്തോത്രം, വലിയൊരു കൊയ്ത്തിന് വേണ്ടിയായിരുന്നു, വലിയൊരു വിതയ്ക്ക് വേണ്ടിയായിരുന്നു. നമുക്ക് വായിക്കാം, അതിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി, യഹോവ അവനെ അനുഗ്രഹിച്ചു. ശ്രദ്ധിക്കണം, ഇസഹാക്കിനെ ഗെരാർ മണ്ണിൽ യഹോവയാകുന്ന ദൈവം താമസിപ്പിച്ചതും പാർപ്പിച്ചതും യഹോവ തന്നോട് കൂടെ ഇരിക്കുമെന്ന് പ്രോമിസ് നൽകിയതും എന്തിനു വേണ്ടിയാണെന്നറിയാമോ?
ആ ദേശത്ത് വലിയൊരു വിത നടത്തേണ്ടതിന് വേണ്ടി. എത്ര പേര് ഈ വചനത്തിന് മുൻപാകെ ഒന്ന് സന്തോഷിക്കുന്നു പ്രിയപ്പെട്ടവരെ? ആമേൻ. മഴയില്ലാത്ത, മഞ്ഞു പെയ്യാത്ത, ജലസമൃദ്ധമായ തോടുകളോ നദികളോ കിണറുകളോ ഒന്നുമില്ലാത്ത ആ കാലഘട്ടത്തിന്റെ നടുവിൽ താൻ പാദമൂന്നി നിൽക്കുന്ന മണ്ണ് ഉണങ്ങി വിണ്ടുകീറിയിരിക്കുന്നു. ഒരു വിതക്കാരന് ആ കൃഷി ഭാഗപ്പെടുത്തി കൃഷി ചെയ്യാൻ പറ്റുന്ന നിലയിലുള്ള അനുകൂലത യഥാർത്ഥത്തിലില്ല. പക്ഷേ ദൈവത്തിന്റെ പ്രത്യക്ഷതയും ദൈവത്തിന്റെ ആഴമേറിയ അരുളപ്പാടുകളും ഇസഹാക്കിന്റെ ഉള്ളിലേക്ക് ദൈവം ഇട്ടുകൊടുത്തപ്പോൾ എല്ലാ മാനുഷിക ഭയങ്ങൾ ആ മനുഷ്യനിൽ നിന്ന് ഓടി മാറിയിട്ട് ഉള്ളിൽ ദൈവത്തിന്റെ വചനങ്ങൾ തന്നെ സ്ഥിരപ്പെടുത്തുവാനിടയായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രത്യക്ഷത കാണുന്നവർ, ദൈവ ശബ്ദം കേൾക്കുന്നവർ, ദൈവിക സ്പർശനം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വിഷയത്തിന്റെ നടുവിനും പതറിപ്പോകുകയില്ല, നിങ്ങൾ ഭയപ്പെട്ടു പോകുകയില്ല, നിങ്ങൾ പിന്മാറുകയില്ല. ഇവിടെ ഇതാ ഇസഹാക്കിനെ ഗെരാറിൽ നിർത്തിയതിന് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. ഒന്ന്, ക്ഷാമമുള്ള ആ ദേശത്തെ ഒന്ന് വിതച്ച് 100 മേനി വിളവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അനുകൂലമല്ലാത്ത ഭവനമാണോ, അനുകൂലമല്ലാത്ത ദേശമാണോ, അനുകൂലമല്ലാത്ത ഒരു ചുറ്റുപാടിലാണോ നീ ആയിരിക്കുന്നത്? നീ ദൈവസന്നിധിയിൽ തികഞ്ഞു നിൽക്കുന്നവനെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ആ ദേശത്തിന്റെ നടുവിൽ നിനക്ക് വിതയ്ക്കുവാൻ ദൈവം ഒരു അവസരം ഒരുക്കാൻ പോകുക. ഒരു വലിയ കൊയ്ത്ത്, വിതയും കൊയ്ത്തും കണ്ടുകൊണ്ട് സർവശക്തനായ ദൈവം വാഗ്ദത്ത സന്തതിയെ ആ ഗെരാറിന്റെ മണ്ണിൽ നിർത്തുകയാണ്. നമുക്കറിയാം, സാറയുടെ ഗർഭപാത്രം 25 സംവത്സരം വരൾച്ചയുള്ള ഗർഭപാത്രമായിരുന്നു. ഒരു സ്തോത്രം, ഒരു തലമുറയെ ജനിപ്പിക്കുവാൻ കഴിയാതെ വണ്ണം സാറയുടെ ഗർഭപാത്രം നിർജീവത്വത്തിലേക്ക് പോയ സംഭവം നമുക്കറിയാം, വരൾച്ചയിലേക്ക് പോയ സംഭവം നമുക്കറിയാം. അതിനകത്തല്ലേ ഇസഹാക്ക് എന്ന വാഗ്ദത്ത സന്തതി പുഷ്ടി പ്രാപിച്ച് പുറത്തു വന്നത്. സാറയുടെ ഗർഭഗ്രഹം ഒരു ഭ്രൂണം രൂപപ്പെട്ടു വരുവാൻ, ഒരു അനുഗ്രഹിക്കപ്പെട്ട് ഒരു വാഗ്ദത്ത പ്രജയെ പുറത്തു കൊണ്ടുവരുവാൻ ഇടയായത് ആ 25 സംവത്സരം വരൾച്ചയുള്ള ഗർഭപാത്രത്തെയാണെങ്കിൽ ഗെരാർ ദേശത്തിലെ 1 വർഷത്തെ ക്ഷാമം എന്ന് പറയുന്നത് ഇസഹാക്ക് നിനക്കൊരു വെല്ലുവിളിയാണ്. നിന്റെ പ്രാർത്ഥന ഇവിടെ ഉയരണം, നിന്റെ ആരാധന ഉയരണം, നിന്റെ വിശുദ്ധി ഇവിടെ ഉയരണം. ദൈവത്തിന് ഈ ദേശത്തിൽ നിന്നെ നിർത്തിക്കൊണ്ട് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസഹാക്കിനെ അവിടെ നിർത്തിയത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? വലിയൊരു വിതയുടെ കാലഘട്ടമായിരുന്നു ആ ക്ഷാമം, വലിയൊരു കൊയ്ത്തിന്റെ കാലഘട്ടമായിരുന്നു ആ ക്ഷാമം. 100 മേനി വിളവ് പ്രാപിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ ക്ഷാമം. പലപ്പോഴും നമ്മൾ വരൾച്ചയെ കാണും, കൊടിയ ക്ഷാമങ്ങളെ നമ്മൾ കാണാറുണ്ട്. അയ്യോ, എന്റെ ജീവിതത്തിൽ ഇന്നിന്ന കാര്യങ്ങളില്ലല്ലോ. എല്ലാ കാലഘട്ടങ്ങളിലും, ഏതൊക്കെ സാഹചര്യങ്ങളിലും എന്റെ ജീവിതത്തിൽ, എന്റെ ഭവനത്തിൽ, തലമുറയിൽ ഈ ഒരു സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോകുന്നതെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രത്യക്ഷതയിലൂടെ നാം ഒന്ന് നോക്കാൻ തയ്യാറായാൽ, ദൈവവചനത്തിലൂടെ നാം ഒന്ന് നോക്കാൻ തയ്യാറായാൽ, വലിയൊരു വിതയും കൊയ്ത്തും വിളവെടുപ്പും ഈ ക്ഷാമത്തിന്റെ പിന്നിൽ നമ്മുടെ ജീവിതത്തിൽ കയറി വരുന്ന ചില വരൾച്ചയുടെ നടുവിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം ചെയ്താട്ടെ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇസഹാക്കിന് ആ മണ്ണ് അനുകൂലമല്ല എങ്കിലും ദൈവത്തിന്റെ പ്രത്യക്ഷതയും അതിന്റെ പിന്നിൽ ദൈവം സംസാരിച്ച അരുളപ്പാടുകളിലൂടെയും ഇസഹാക്ക് മനസ്സിലാക്കുന്നു, ഈ ദേശത്തിൽ ദൈവഭക്തന് ഒരു വലിയ വിതയുണ്ട്, ഒരു കൊയ്ത്തുണ്ട്, ഒരു വിളവെടുപ്പുണ്ട്. Hallelujah. Zion Full Gospel Ministry. പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇതിന്റെ പിന്നിൽ വലിയൊരു വീതയുണ്ട്, ഇതിന്റെ പിന്നിൽ വലിയൊരു കൊയ്ത്തുണ്ട്, ഇതിന്റെ പിന്നിൽ വലിയൊരു വിളവെടുപ്പുണ്ട് എന്ന് വിശ്വസിക്കുവാൻ എത്ര പേർ തയ്യാറാകുന്നു? ജീവിതത്തിൽ അഭിമുഖീകരിക്കപ്പെടുന്ന സകല ഞെരുക്കങ്ങളുടെ നടുവിലും കർത്താവേ, എനിക്കിതിന്റെ പിന്നിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു വിതയും കൊയ്ത്തും വിളവെടുപ്പുമുണ്ട് എന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക. ഓ രമന ശബ്ദരാജരധിഗമന രഹസ്യാന്ധനാജരധിഗമന
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ഇന്ന് രാത്രി ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. ഇസഹാക്കേ, ഗെരാരിന്റെ മണ്ണിൽ നിന്നെ പാർപ്പിച്ചത്, നിന്നെ താമസിപ്പിച്ചത്, നിന്നോട് കൂടെ യഹോവ ഇരുന്നത്, നിന്നിലൂടെ നിന്റെ സന്തതിക്ക് ദേശം തരുമെന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഈ ക്ഷാമകാലത്ത് ഇത് കൃപ പ്രാപിച്ചവൻ, സത്യദൈവത്തെ അറിഞ്ഞവൻ, യഹോവയുടെ ആത്മാവിനെ വഹിക്കുന്നവനിലൂടെ എത്ര ക്ഷാമമുള്ള ദേശമാണെങ്കിലും ഒരു ദൈവഭക്തനിലൂടെ ഒരു വിധ നടക്കുമെന്നും, ഒരു കൊയ്ത്ത് നടക്കുമെന്നും, ഒരു വിളവെടുപ്പ് നടക്കുമെന്നും ലോകരറിയട്ടെ, ജാതികൾ അറിയട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ക്ഷാമകാലത്തും വരൾച്ചയുള്ള കാലഘട്ടങ്ങളിലും വിതയും കൊയ്ത്തും വിളവെടുപ്പും ഉണ്ടെന്ന് ദൈവം അറിയിക്കേണ്ടതിന് തന്റെ ഭക്തന്മാരെ ദൈവം നിലനിർത്തുകയും ഉപയോഗിക്കുകയും ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ, നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് കയറി വരുന്ന ചില വരൾച്ചകൾ, ചില കൊടിയ ക്ഷാമം പോലെയുള്ള ചില പ്രതിബന്ധങ്ങൾ, ഇതിന്റെ നടുവിൽ പ്രാർത്ഥിക്കുന്നവരെ, അഭിഷേകത്താൽ നിറയുന്ന നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. നിങ്ങൾ ഇന്ന് രാത്രി വിശ്വാസത്താൽ പറയട്ടെ, കർത്താവേ, അതിന്റെ പിന്നിൽ എനിക്കൊരു വിതയുണ്ട്, അതിന്റെ പിന്നിൽ ഒരു കൊയ്ത്തുണ്ട്, അതിന്റെ പിന്നിൽ ഒരു വിളവെടുപ്പുണ്ട് എന്ന് പറയാൻ എത്ര പേർ വിശ്വസിക്കുന്നു, തയ്യാറാകുന്നു? ഹല്ലേലൂയ. നോക്കൂ, ഉണങ്ങി വിണ്ടുകീറിയിരിക്കുന്ന വയലേലകളിലേക്ക് ഇസഹാക്കും തന്റെ ഇടയന്മാരുമായി ഇരുമ്പായുധങ്ങളും തോളിലെടുത്തുകൊണ്ട് അവർ മണ്ണിലേക്ക് ഇറങ്ങുകയാണ്. ഇരുമ്പായുധങ്ങൾ കൊണ്ട് മണ്ണ് ഉഴുതുമറിക്കുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിന്റെ ഉള്ളിൽ വചനമുണ്ടെങ്കിൽ, നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ, എത്ര വരൾച്ചയും എത്ര പരിമിതിയുള്ള അവസ്ഥകളാണെങ്കിലും വചനം വഹിക്കുന്ന, അഭിഷേകത്തെ വഹിക്കുന്ന നിന്നിലൂടെ ഒരു വിധ നടക്കാൻ പോകുന്നു, ഒരു കൊയ്ത്ത് നടക്കാൻ പോകുന്നു, ഒരു വിളവെടുപ്പാൻ നടക്കാൻ പോകുന്നു. ഈ സംവത്സരം ദൈവം നിന്നെ സ്വർഗീയമായ അനുഗ്രഹത്താൽ നിറയ്ക്കുന്നു. ആമേൻ. സ്തോത്രം. ഇതൊക്കെ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അബ്രഹാമിന്റെ കൽപ്പനകളും വാക്കുകളും ചട്ടങ്ങളും പ്രമാണങ്ങളും കേട്ട് അനുസരിച്ചതുപോലെ നീ അനുസരിക്കാൻ തയ്യാറാകണം. പലപ്പോഴും നമുക്ക് ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും അങ്ങോട്ട് അനുസരിക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. ഇതൊന്നുമില്ലാതെ എന്തെങ്കിലുമൊക്കെ പ്രാപിക്കാൻ നോക്കിയാൽ നടക്കില്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുന്നതിന്റെ പിന്നിൽ ഒരു വിധ നടക്കും, ഒരു കൊയ്ത്ത് നടക്കും, ഒരു വിളവെടുപ്പ് നടക്കും. അത് വാസ്തവമാണ് പ്രിയപ്പെട്ടവരെ, അതിന് മാറ്റമില്ല. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഉണങ്ങി വിണ്ടുകീറിയ മണ്ണ് ഉഴുതുമറിച്ചിട്ട് അതിലേക്ക് ധാന്യമണികൾ ഇസഹാക്കും തന്റെ ഇടയന്മാരും വിതച്ചപ്പോൾ മണ്ണിലേക്ക് വീണ ധാന്യമണികൾക്കൊന്ന് കിളിർത്ത് കയറാൻ വെള്ളമില്ലല്ലോ. സ്തോത്രം. മഴയും മഞ്ഞുമില്ലാത്ത കാലത്ത് എങ്ങനെയാണ് വിത്തുകളൊന്ന് പൊട്ടിക്കിളർക്കുന്നത്? ഇന്ന് രാത്രി ഞാൻ അതിനകത്തുനിന്നൊരു വചനദൂത് പറയുന്നു. മാംസം ഒന്നിനും ഉപകരിക്കപ്പെടുന്നില്ല. ഞാൻ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഇസഹാക്ക് എന്ന വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ട യഹോവ സംസാരിച്ച വചനമാണ് ആ വിത്തുകൾ കിളിർക്കുവാനായിട്ടുള്ള ജലാംശം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, വചനം നിന്റെ ഉള്ളിലുണ്ട് എങ്കിൽ പുറത്തുള്ള എല്ലാ വരൾച്ചകളും നോക്കി നിൽക്കെ നിന്നെ പുഷ്ടിയോടെ പുറത്ത് ദൈവം കൊണ്ടുവരും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ലാസർ മരിച്ചു, നാറ്റം വെച്ചു, മുഖം റൂമാല് കൊണ്ട് ബന്ധിച്ചു, കൈകാലുകൾ ശീല കൊണ്ട് കെട്ടി. ആമേൻ. നോക്കൂ, ആ കല്ലറയിലേക്ക് സ്തോത്രം തന്നെ വിതച്ചതായി ബൈബിൾ പറയുന്നു. പക്ഷേ 4-ാം ദിവസം അതിമഹത്വമായ ഒരു സംഭവം നടന്നു. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ജീവനും ആത്മാവുമായ വചനം നിമിത്തം ലാസർ പുറത്തു വന്നു. നാറ്റം വെച്ചവൻ, ജീർണിച്ചു പോയവൻ. സ്തോത്രം. പുതിയ നാമ്പുകൾ പൊട്ടിക്കിളർക്കത്തക്ക നിലയിൽ ആ ശീലകൾക്കകത്തു നിന്നും റൂമാലിനകത്തു നിന്നും ലാസർ പുറത്തു വരികയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറാണോ? കർത്താവേ, ഞാൻ അഭിമുഖീകരിക്കപ്പെടുന്ന സമസ്ത വരൾച്ചകളുടെയും ക്ഷാമത്തിന്റെയും നടുവിൽ എനിക്കൊരു വിതയുണ്ട്, എനിക്കൊരു കൊയ്ത്തുണ്ട്, എനിക്കൊരു വിളവെടുപ്പുണ്ട്. അത് ദൈവത്തിന്റെ വചനത്താലാണ്, അത് ദൈവം പറഞ്ഞ ആലോചനകളാണ്, അത് ദൈവം പറഞ്ഞ് അരുളപ്പാടുകളിന്റെ പിന്നിലാണ്, അഭിഷേകത്താലാണെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആമേൻ. ഇനി ചില മിനിറ്റൂടെ മാത്രമേ എന്റെ മുമ്പിലുള്ളൂ. ഞാൻ 1-2 വാക്യോടെ വായിച്ചു നിർത്താൻ ആഗ്രഹിക്കുക. ഒന്ന് തന്നെ ഗെരാറിൽ നിർത്തിയത് വലിയൊരു വിതയും കൊയ്ത്തും വിളവെടുപ്പും ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ 12-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. വീണ്ടും തന്നെ ഗെരാറിൽ നിർത്തിയത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അത് ഞാൻ വായിക്കാം, ശ്രദ്ധിക്കുക. 13-ാം വാക്യം ഇങ്ങനെ പറയുന്നു:
ആമേ അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. അവൻ ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസീദാസന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഇന്ന് രാത്രി ആമേ ദൈവമക്കൾ തിരിച്ചറിയുക, ഇസഹാക്കിനെ ഗെരാറിൽ നിർത്തിയത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആ വിതയും കൊയ്ത്തും വിളവെടുപ്പും കഴിഞ്ഞപ്പോൾ ഇസഹാക്ക് വർദ്ധിച്ച് മഹാധനവാനായി മാറി, സമ്പന്നനായി മാറി. നീ അവന്റെ വാക്കുകളും ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും ആചരിക്കാൻ തയ്യാറായ, സ്തോത്രം, നിനക്ക് വിതയും കൊയ്ത്തും വിളവെടുപ്പും മാത്രമല്ല, നിന്നെ അപ്പൻ വർദ്ധിപ്പിച്ച് മഹാധനവാനാക്കി മാറ്റും. ഹല്ലേലൂയ, സ്തോത്രം. മൂന്നാമത് തന്നെ അവിടെ നിർത്തിയതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ആമേൻ, സ്തോത്രം. അതിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ 16-ാം വാക്യം വായിക്കുമ്പോൾ 15-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നു. എന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് പിതാവിന്റെ ദാസന്മാർ കുടിച്ചിരുന്ന കിണറുകളെയൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തിയ കിണറുകളെ ഇസഹാക്കിന് കാണാൻ കഴിഞ്ഞില്ല. ഇസഹാക്കിനെ ആ മണ്ണിൽ നിർത്താൻ അവന് വേണ്ടി പ്രത്യക്ഷപ്പെട്ട ദൈവം കണ്ടു. തന്റെ പിതാവായ അബ്രഹാം കുഴിച്ച കിണറ് ഫെലിസ്ത്യരുടെ അധികാരത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഫെലിസ്ത്യരുടെ അവകാശത്തിൽ അത് പെട്ടിരിക്കുന്നു. ഫെലിസ്ത്യർ ആ കിണറുകൾക്കകത്ത് മണ്ണ് കൊണ്ടിട്ടു, കല്ലുകളിട്ടു, ചവറുകളിട്ടു, മുള്ളുകളിട്ടു. ആ ഉറവയെ അടയ്ക്കാൻ നോക്കി, സ്തോത്രം. എന്നാൽ യഹോവ കണ്ടു, ആമേ, കല്ലുകളുടെ കീഴെ, മണ്ണുകളുടെ കീഴെ, ചവറുകളുടെ കീഴെ ഭക്തനായ അബ്രഹാമിന് കൊടുത്ത ഉറവ പൊങ്ങി വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. തന്റെ മകനായ ഇസഹാക്കിനെ അവിടെ നിർത്തിയത് അടഞ്ഞുപോയ ചില ഉറവകളെ തുറന്നു കൊടുക്കേണ്ടതിന് വേണ്ടിയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമ്മുടെ മേലുള്ള ചില ഉറവകൾ അടയാൻ പാടില്ല. തലമുറകളുടെ മേലുള്ള ചില ഉറവകൾ അടയാൻ പാടില്ല. ദൈവസഭയുടെ മേലുള്ള ചില ഉറവകൾ അടയാൻ പാടില്ല. ബൈബിൾ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നിന്നെ കൊണ്ടുപോകുന്ന നല്ലൊരു ദേശമാണ്. അത് മലകളിൽ നിന്നും താഴ്വരകളിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും തടാകങ്ങളുമുള്ള ദേശമാണ്. അവിടെ അത്തിയുണ്ട്, യവമുണ്ട്, മുന്തിരിയുണ്ട്, മാതളമുണ്ട്, ഒലിവുണ്ട്, തേനുണ്ട്, ഗോതമ്പുണ്ട്. അവിടുത്തെ മലകളിൽ നിന്നും താമരം വെട്ടിയെടുക്കാം. അവിടുത്തെ കല്ലുകൾ ഇരുമ്പായിരിക്കുന്നു. ഇന്ന് രാത്രി ചില വാക്തത്വങ്ങൾ നീ പാദമൂന്നി നിൽക്കുന്ന നിന്റെ ഭവനത്തിൽ, നീ നിൽക്കുന്ന മണ്ണിൽ ഉണ്ട് എന്നുള്ള സത്യം ഇന്ന് രാത്രി തിരിച്ചറിയട്ടെ. അതിനെ കുഴിക്കേണ്ടേ, ആ നന്മകളെ നിനക്ക് കാണേണ്ടേ, ആ ഉറവകളെ നിനക്ക് പ്രാപിക്കേണ്ടേ. അത് പ്രാപിക്കപ്പെടണമെങ്കിൽ ഈ ക്ഷാമം ഈ ദൈവ നന്മയോട് സമീപിക്കാൻ കഴിയാതെ വണ്ണം നിന്റെ ജഡത്തെ അവിടെ നിന്നും വലിച്ചു മാറ്റുമ്പോൾ ഈ പ്രതിസന്ധിയിൽ വെളിപ്പെട്ട ദൈവം പറയുന്നു, ഇല്ല ഇസഹാക്കേ, ഈ മണ്ണ് ചില ഉറവകൾ തുറന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ ഇവിടെ നിൽക്കേണ്ടത് ആവശ്യമാണ്. നിന്റെ പാദസ്പർശനം ഈ മണ്ണിന് ഒരു അനുഗ്രഹമാണ്. ചില ഉറവകൾ തുറന്നു വരാൻ പോകുകയാണ്. പിതാക്കന്മാരുടെ കാലത്ത് തുറന്നു തന്ന ഉറവ നിന്നിൽ നിന്നും നിന്റെ സന്തതികളിലേക്കും അനുഭവിക്കേണ്ട ചില അവകാശങ്ങളെ ഫിലിസ്ത്യർ മണ്ണിട്ട് നികത്തിയെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പറ, ആമേ, എന്റെ ഉറവകളെ ഞാൻ പ്രാപിക്കും. എന്റെ തലമുറകളുടെ മേലുള്ള ഉറവകളെ ഞാൻ പ്രാപിക്കും. ആമേ, ഈ പ്രവർത്തനത്തിന്മേലുള്ള ഉറവകളെ ഞാൻ പ്രാപിക്കും. ആമേൻ, സ്തോത്രം. നാലാമത് തന്നെ അവിടെ നിർത്തിയത് ഞാൻ വിശദീകരിക്കുന്നില്ല. 22-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, സ്തോത്രം. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ച് അതിനെ കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹാബോത്ത് എന്ന് പേരിട്ടു. യഹോവ ഇസഹാക്കിന് ഇടമുണ്ടാക്കേണ്ടതിന് വേണ്ടി, ഒരു രഹാബോത്ത് തുറന്നു കൊടുക്കേണ്ടതിന് വേണ്ടി തന്റെ ഭക്തനായ ഇസഹാക്കിനെ ഗെരാറിൽ നിർത്തുകയാണ്. ഒരു രഹാബോത്ത് തന്റെ ജീവിതത്തിൽ തുറന്നു വരേണ്ടതിന് വേണ്ടി ആ മണ്ണിൽ ദൈവം ഇസഹാക്കിനെ നിർത്തുന്നു. ഈ 4 കാരണങ്ങൾ ഞാൻ പറഞ്ഞു. അവസാനം ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ദൈവദാസന്റെ കരങ്ങളിലേക്ക് സമയത്തെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അവസാന ഭാഗം 28-ാമത്തെ വാക്യമാണ്. അതിങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനവർ യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, അബിമലേക്കും സ്നേഹിതനായ അഹൂസത്തും സേനാപതിയായ ഫീക്കോലും ഗെരാറിൽ നിന്നും ആരുടെ അടുക്കൽ വരികയാണ്?
ഇസഹാക്കിന്റെ അടുക്കൽ വന്നിട്ട്, അവസാനത്തെ പോയിന്റ് ഞാനിങ്ങനെ പറയുകയാണ്, തന്റെ അടുക്കൽ വന്നിട്ട് രാജാവ് പറയുന്നു, തന്റെ സേനാപതി പറയുന്നു, തന്നോട് കൂടെയുള്ളവർ പറയുന്നു, ഇസഹാക്കേ നിന്നിൽ ദൈവമുണ്ട്. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, കേവലം ചില വിത നടത്തി കൊയ്ത്തു പ്രാപിച്ചു, ചില വിളവുകൾ നേടി, സ്തോത്രം, വർദ്ധിച്ചു മഹാധനവാന്മാരായി തീർന്നു, അല്ലെങ്കിൽ അടഞ്ഞുപോയ ചില കിണറുകളെ തുറന്ന്, സ്തോത്രം, ഒരു രഹാബോത്തിന്റെ അനുഭവം പ്രാപിച്ച് മടങ്ങേണ്ടതിന് വേണ്ടിയല്ല ഇസഹാക്കിനെ നിർത്തിയത്. പിന്നെയോ ജാതികൾ കൂടി പാർക്കുന്ന ആ ദേശത്ത് സത്യദൈവത്തെ അറിയേണ്ടതിന് വേണ്ടി ഇസഹാക്കിനെ ദൈവം അവിടെ നിർത്തുകയാണ്. നമ്മുടെ ലക്ഷ്യം എന്താ? ഈ ലോകത്ത് എന്തെങ്കിലും വെട്ടിപ്പിടിക്കുവാനോ നേടേണ്ടതിന് വേണ്ടിയാണോ? അല്ല. നമ്മളിലൂടെ യേശു ക്രിസ്തു സത്യദൈവമെന്ന് ധാരാളം ആളുകൾ അറിയണം. ഇവിടെ ഇസഹാക്കിന്റെ അടുക്കൽ വന്നിട്ട് സമ്മതിക്കുക, യഹോവ നിന്നോട് കൂടെയുണ്ട്. ആമേൻ.